ജന്മം മുഴുവൻ കിടക്കയിലായി പോയവർ. ചുറ്റും നടക്കുന്നത് ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാനും മക്കളെ കൂട്ടി പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ നടത്തുന്ന ഒരു പീസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭമുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രവാസി സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സ്ഥാപനത്തെ പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ അവിടെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും ഒരു ദിവസം അവിടെ പോയി കാണണം എന്ന് ആഗ്രഹിച്ചതൊക്കെ. അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇക്കായും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരും പിന്നെ ഇത്താത്തായും പിന്നെ എൻ്റെ ഉമ്മായും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ ഈ ഒരു പീസ് വാലിനെ പ്രതിനിധീകരിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് സംസാരിച്ചു. അവരുടെയൊക്കെ ഒരു സഹകരണവും കോർഡിനേഷനൊന്നും ഒട്ടും ചെറുതല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യക്തിയാണ് PM അബൂബക്കർ എന്ന ആ ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. അപ്പോൾ ആളൊരു പ്ലൈവുഡ് കമ്പനി ബിസിനസ്സുകാരനും ഒക്കെയാണ്. ആളുടെ ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. 10 ഏക്കറിലാണ് ഈ ഒരു സ്ഥാപനം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പകുതി വശവും കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. കുറച്ച് അന്തേവാസികൾ, ആരോരും ഇല്ലാത്തവർ, അസുഖമായിട്ട് കിടക്കുന്നവർ, അച്ഛനമ്മമാർ ഉപേക്ഷിച്ചവർ, മാറാരോഗങ്ങൾ കൊണ്ട് മരണക്കിടക്കയിൽ കിടക്കുന്നവർക്ക് നല്ലൊരു മരണം, അതേപോലെ വേദന അനുഭവിക്കുന്നവർക്കൊരു കൈത്താങ്ങ്, അവർക്ക് വേണ്ട ചികിത്സ, അമ്മയും അച്ഛനും ഉപേക്ഷിച്ച കുഞ്ഞു മക്കൾക്കൊരു അവർക്ക് വെറുതെ നിന്ന് പോകാനായിട്ടൊരു സ്ഥലം എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ നേരത്തിന് ഭക്ഷണം കിട്ടുക എന്നുള്ളത് മാത്രമല്ല അവിടെ കൊടുക്കുന്നത്. സ്വന്തം വീട്ടിലെ കരുതലും സ്നേഹവും കൂടെ ഓരോരുത്തർക്കും മികച്ച വൈദ്യസഹായവും സേവനവും എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പീസ് വാലിയുടെ ഒരു ലക്ഷ്യം. അതേപോലെ ഡയാലിസിസ് യൂണിറ്റുകളും എല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കൾ തുടങ്ങി 96 വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജാതി, സംഘടന, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്നാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവർക്കറിയില്ല ഇതിൻ്റെ ചിലവുകളും കാര്യങ്ങളും എങ്ങനെയാണ് നടന്നു പോകുന്നത്. പീസ് വാലി ഒരു അത്ഭുതമാണെന്നാണ് അതിൻ്റെ ചെയർമാൻ തന്നെ പറഞ്ഞത്. മൂപ്പരുടെ പ്രസംഗമൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. എനിക്കൊക്കെ ചില സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബോറടിയും ഉറക്കം വരൽ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അന്ന് ഒരു സെക്കൻഡ് പോലും നമുക്കൊന്ന് മനസ്സ് പോലും ഒന്ന് ഡിസ്ട്രാക്ഷൻ സംഭവിച്ചില്ല കേട്ടോ. അത് ഫുള്ള് അത് തുടങ്ങി അതിൻ്റെ എൻഡ് വരെ കംപ്ലീറ്റ് കേട്ടിരുന്നു. ഓരോരുത്തർക്കും ഓരോ കഥകളാണ് കേട്ടോ അവിടെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കരഞ്ഞുപോയി അവിടെ ചെന്നപ്പോൾ. ഓരോരുത്തരുടെ അവസ്ഥകൾ കണ്ടപ്പോൾ എല്ലാവിടവും നമ്മൾ നടന്ന് കാണുകയും ചെയ്തു. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയുള്ള എല്ലാവരെയും പോയി കണ്ടു. ഓരോരുത്തരുടെ സ്റ്റോറികളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഒരുപാട് പോസിറ്റിവിറ്റിയോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. സംവിധാനത്തിൻ്റെ കാര്യങ്ങളിലും സൗകര്യങ്ങളുടെ മേന്മയിലൊന്നും കേരളത്തിൽ ഇതുപോലെയുള്ളൊരു സ്ഥാപനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാഥർക്ക് കിടക്കാനുള്ളൊരിടം എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അവർക്കുള്ള ഒരു സൗകര്യങ്ങളും കുറഞ്ഞു പോകരുത്. നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതേ ഫെസിലിറ്റിയിൽ ഒരു കുറവുകളുമില്ലാതെ അവരുടെ ചികിത്സാ കാര്യങ്ങൾക്കൊന്നും ഒരു ഭംഗവും വരാതെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് ഈ നിമിഷം വരെ ഒരു കോട്ടവും സംഭവിക്കാതെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ സഹകരണവും കാര്യങ്ങളും അതും കൂടെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് പ്രവാസികൾ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നന്ദി പറച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവിടെ പോകാൻ സാധിച്ചതിലും മക്കളെയൊക്കെ അവിടെ കാണിക്കാനൊക്കെ സാധിച്ചതിലും. അപ്പോൾ അന്ന് പോയിട്ട് പിന്നെ വൈകിട്ടായിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പരിപാടി എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ എത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ദിവസമായിട്ടാണ് പാവയ്ക്ക വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ.
അപ്പോൾ ഞാൻ പാവയ്ക്കൊന്ന് ഫ്രൈ ചെയ്തു. ആദ്യം വീഡിയോ ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും, വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിളമ്പുന്ന വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കൊന്നുമില്ല, ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് ഞാൻ കുറേ നേരം വെച്ചു. അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം, അതിൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ഇക്കത് കയ്പോടുകൂടി തന്നെയാണ് കേട്ടോ ആൾക്കിഷ്ടം. എന്നാലും ഞാൻ കുറച്ച് കയ്പ്പ് അതങ്ങനെ അവിടെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ എണ്ണയിലിട്ട് അങ്ങനെ അവിടെ ഫ്രൈ ചെയ്തെടുത്താണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ മാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തി, പിന്നെ പീസ് വാലിയിൽ നിന്ന് തിരിച്ച് പോരുന്ന വഴിക്ക് പുള്ളിയേരി എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വെച്ചു, അതിൻ്റെ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വൈകിട്ട് എത്താത്തൊരാവശ്യത്തിന് വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പറിച്ച് കൊടുത്തതാണ്. അപ്പോൾ ബറാബറാന്നാണ് കേട്ടോ ആ ഫ്രൂട്ടിൻ്റെ പേര്. അപ്പോൾ പല പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ്. അതേപോലെ പേരക്ക ഉണ്ടായിട്ടുണ്ടായി, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ വൈകിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീസ് വാലിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി കാണാനും അതേപോലെ സഹായങ്ങൾ ചെയ്യാനും എല്ലാം സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ പീസ് വാലി. അപ്പോൾ അവിടത്തേക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ അയച്ചാൽ മതി. ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പോയി കാണണമെങ്കിൽ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ തുടങ്ങി കുറച്ച് ഹോസ്പിറ്റൽ വിസിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും പോക്കും വരവൊക്കെ ആയിട്ട് ഒരു ദിവസം പോലും വീട്ടിലിരുന്നിട്ടില്ല കേട്ടോ. ഓരോ കാര്യങ്ങൾക്കായിട്ട് പോക്കും വരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ കളമശ്ശേരിയിൽ തറവാട് എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല അടിപൊളി മീൽസാണ് അവിടെ നിന്ന് ഇങ്ങനെ ബ്രദർ പറഞ്ഞിട്ട് അവിടെ കയറിയതാണ് കേട്ടോ. ഒരുപാട് സീ ഫുഡുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കരിമീൻ പൊള്ളിച്ചതും അതേപോലെ ഗ്രില്ല്, നമ്മുടെ പ്രോൺസിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ പറയണം. പിന്നെ സാധാ മീൽസും അതിൻ്റെ കൂടെ തോരനും ചമ്മന്തിയും അച്ചാറും സാമ്പാറും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മീൽസായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഇക്ക വീട്ടിലെ പിള്ളേരെല്ലാവരുമായിട്ട്, അതായത് ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാവരും, ബോയ്സ് മാത്രം കേട്ടോ, എല്ലാവരുമായിട്ട് നമ്മുടെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഫിലിം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഭയങ്കരമായിട്ട് പേടിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും കാണണമെന്ന് ആഗ്രഹം തോന്നി. ഞാനങ്ങനെ എല്ലാ ഫിലിമും തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടിയൊന്നുമില്ല. ചിലതങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ദുബായിലാണെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോയി സിനിമകൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവർ പോയി വന്ന് പിറ്റേ ദിവസം രാത്രി അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ലേഡീസ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ 10:30 കിട്ടിയുള്ളൂ. അപ്പോൾ ഒബ്രോൺ മാളിൽ, എറണാകുളം ഒബ്രോൺ മാളിലാണ് ടിക്കറ്റ് എടുത്തേക്കണേ. അപ്പോൾ 2 ഇത്താമാരും പിന്നെ ഒരാളുടെ മോളും, മൂത്തക്കാടെ മോളും, പിന്നെ ഞാനും, ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. ഒരിത്ത ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇത്തക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി സിനിമയ്ക്ക് കയറി. മാളിൻ്റെ അകം മൊത്തം ഓണത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളുമാണ് കേട്ടോ. ഫുള്ള് ഓണത്തിനെ വരവേൽക്കുന്ന ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് ഫുള്ള് അലങ്കരിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങി സിനിമയ്ക്ക് കയറി. 10:30 എന്ന് പറഞ്ഞിട്ട് 10:45 തുടങ്ങിയപ്പോൾ. പിന്നെ സാറ്റർഡേ നൈറ്റാണ്, പിറ്റേ ദിവസം സ്കൂളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ 1:15 ഫിലിം കഴിഞ്ഞു. ഫിലിം ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല, എന്നാലും നല്ലൊരു സ്റ്റോറി ഉണ്ട്, അത്യാവശ്യം പേടിക്കാനുണ്ട്. കണ്ടിരിക്കാട്ടോ, നല്ലൊരു സിനിമ, അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ. അതേപോലെ പീസ് വാലിയുടെ കാര്യം ആരും മറക്കണ്ട. നമ്മൾ കൊടുക്കുന്ന ഒരു 100 രൂപയാണെങ്കിൽ പോലും അതവർക്ക് വലിയ ആശ്വാസമായിരിക്കും. അത്രയ്ക്ക് ചിലവേറിയ ഒരു സംരംഭവും സ്ഥാപനവും കൂടിയാണ് പീസ് വാലി. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2-3 ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.